കെട്ടിയ ചുണ്ടൻ വള്ളം പീടിയാടും വള്ളം കളി തിത്തിത്താരേരേ ഓണപ്പാട്ടും വഞ്ചിപ്പാട്ടും തിത്തേരേരേതോ ഓണപ്പാട്ടും വഞ്ചിപ്പാട്ടും ചെറുശ്ശേരി പാട്ടും നല്ല തുഞ്ചത്തിട്ട കേളിപ്പാട്ടും തമ്പിത്താരാട്ടും ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേരേരേതോ തിത്തിത്താര महाकाल
രാമനയണ നേരമതയോ ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ കുഞ്ഞുമകൻ മേഘനാഥനും സോദരനും സർവരും ഇന്ന് തന്നെ വിട്ട് പോയതല്ലോ കാലപുരി തന്നിൽ പശ്ചാത്താപം നിറയണ് രാമന്റെ ശരമുനയാൽ മോക്ഷത്തിൻ പടി കടക്കാൻ മോഹമുദിച്ചല്ലോ കാത്തരുളൂ ശ്രീരാമ വരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ കാത്തരുളൂ ശ്രീരാമ വരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ ദശമുഖനോ മോക്ഷത്തിൻ ഒരു പടി കടന്നയ്യ കൊയ്തെടുത്തു ശ്രീരാമൻ രണ്ടാം ശിരസയ്യ ദശമുഖനോ മോക്ഷത്തിൻ ഇരുപടി കടന്നയ്യ ആഞ്ജനേയ സ്വാമി അരികത്ത് രാമരാമേതി ജപിച്ചങ്ങു നിന്നു ലക്ഷ്മണന്റെ ഉള്ളിനകത്തൊരു പുത്തിരി കത്തി വിരിഞ്ഞങ്ങു നിന്നു ശ്രീരാമ വരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ കാത്തരുളൂ ശ്രീരാമ വരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ ഒന്നാനാം അമ്പെടുത്ത് രാമനയണ നേരമതയോ ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ ശ്രീരാമൻ മൂന്നും നാലും ശിരസുകള് ദശമുഖനോ മോക്ഷത്തിൻ പല പടി കടന്നയ്യ കൊയ്തെടുത്തു ശ്രീരാമൻ ബാക്കിയുള്ള ശിരസുകള് ദശമുഖനോ മോക്ഷത്തിൻ വാതിൽ കടന്നേ അയ്യ വാനരപ്പടകളിലെങ്ങും രാമജയത്തിൻ അലയൊലിയല്ലോ ലോകരെല്ലാം പാടി സ്തുതിക്കുന്നു രാമ രാമ ജയ ശ്രീരാമ രാമ ശ്രീരാമ വരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ കാത്തരുളൂ ശ്രീരാമ വരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ
കണ്ടപ്പോ കുറുവടി പോലൊരു ചെറുവടി കൊണ്ടൻ നമ്മോസിനും വന്നേ. വെള്ളക്കാരൻ സ്വല്പം റാക്കൻ വല്ലാത്തൊരു സൂത്രക്കാരൻ ചേർച്ച പോലൊരു ജീവന്റെല്ലേ കൂടിപ്പായണത്. വെള്ളക്കാരൻ സ്വല്പം റാക്കൻ വല്ലാത്തൊരു സൂത്രക്കാരൻ ചേർച്ച പോലൊരു ജീവന്റെല്ലേ കൂടിപ്പായണത്. ഹലോ ഹലോ ഹേയ്, ആ. ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ് മൈക്ക് ടെസ്റ്റിംഗ്. മൈക്ക് ടെസ്റ്റിങ്ങാ? ആ എടാ മൈക്കെല്ലാം ടെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈക്കാണ്. ആണോ? ആ. കൂയ്. ഏയ് എന്ത് പരിപാടി? സൗണ്ട് ടെസ്റ്റിംഗ്. സൗണ്ട് ടെസ്റ്റിങ്ങാ? മൈക്കും സൗണ്ടും എല്ലാം ഇവിടെ ടെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാ. ആ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സൗണ്ട് അല്ലേ? ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ സൗണ്ടാ. ഓ ഓ അതിങ്ങനെ കൂക്കി വിളിച്ചാണോ ടെസ്റ്റ് ചെയ്യുന്നേ? എൻ്റെ സൗണ്ട് അല്ലേ എൻ്റെ ഇഷ്ടം. ആണോ? വേണ്ട. വേണം. ഓഡിയൻസിനെ കണ്ടോ? ഓഡിയൻസിനെ കണ്ടു. ഓഹോ ഓഡിയൻസിനെ കണ്ടു ഇല്ലേ? ആ ഓക്കെ. കുട്ടികളുണ്ടോ? കുട്ടികളുണ്ട്. ആ ഈ ഫ്രണ്ടിൽ ആരാ ബ്ലാക്ക് ഡ്രസ് ഇട്ടിരിക്കുന്നത്? ഫ്രണ്ടിൽ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നല്ലേ ഒരാള്? ഓക്കെ ഓക്കെ. ആ അത് പറഞ്ഞേക്കൾ എന്നെ കണ്ണു പിടിച്ച് നോക്കുന്നു. അതെയോ? ചുമ്മാ നോക്കിയതാടാ. ഇതെന്താ നിന്നോട് ആർക്കും നോക്കാൻ പാടില്ലേ? ആ കെട്ടിനെ കൊണ്ടാണോ വന്നിരിക്കുന്നേ? പെറ്റുണ്ടല്ലേ കൂടെ? ആ ഞാനും കെട്ടിനെ കൊണ്ടാ വന്നിരിക്കുന്നേ. നീയും പെറ്റിനെ കൊണ്ടാണോ വന്നിരിക്കുന്നത്? അത് നിന്റെ പെറ്റിനെ ഞാൻ കണ്ടില്ലല്ലോ. എൻ്റെ കെറ്റ് താനാണ്. അത് കൊള്ളാം. അതെന്ത് പരിപാടിയാടാ? അതെന്താ എനിക്ക് കെറ്റ് ഉണ്ടാകാൻ പാടില്ലേ? ആ അതെ അതെ എൻ്റെ കെറ്റ് മനുഷ്യന്മാരാ. ഓ സമ്മതിച്ചിട്ടോ. ഓക്കെ ഓഡിയൻസിനെ കണ്ടില്ലേ? കണ്ടു. എല്ലാവർക്കും നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം പറയേ. എല്ലാവർക്കും ആ സ്വാഗതം പറയേ. എല്ലാവർക്കും ആ പറയേ. എടാ സ്വാഗതം എന്ന് പറയേ. എല്ലാവർക്കും സ്വാഗതം പറയില്ല. പറയ്. നോ. എന്തിനാ പിണങ്ങുന്നേ? ദേ കണ്ടോ? എന്താ? ആരും കൈയടിക്കണില്ല. കൈയടി 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 കൈയടി. ആ മതി മതി കൈയടിച്ചത് മതി കേട്ടോ. തനിക്ക് എന്തത്ര അസൂയ? കൈയടി 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 കൈയടി. എനിക്ക് അസൂയേ? എനിക്ക് അസൂയ ഇല്ല. തനിക്ക് അസൂയ ഉണ്ട്. അയ്യോ അയ്യോ അവർ കൈയടിച്ചതല്ലേ? അതെ. ഇനി പറയൂ വാട്ട് ഈസ് യുവർ നെയിം? കിറ്റി. ആ കിറ്റി നല്ല പേരല്ലേ? അതെനിക്ക് നേരത്തെ അറിയായിരുന്നു. ഓ വേണ്ട കേട്ടോ കിറ്റി. ഇനി എന്നെ പരിചയപ്പെടുത്ത്. അത് വേണോ? അത് വേണം. പറയൂ വാട്ട് ഈസ് മൈ നെയിം? മങ്കി. ഐ എം നോട്ട് എ മങ്കി. ഐ എം വിനോദ് നരനാട്. പക്ഷെ കണ്ടാ പറഞ്ഞനെ പോലെ ഇരിക്കണേ. അതെ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നെ വെറുതെ നാണം കെടുത്തരുത്. അതിന് തനിക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടേ? എനിക്ക് നാണമില്ലേ? ഒട്ടും നാണമില്ല. അയ്യോ അയ്യോ കിറ്റി നമ്മൾ എന്തിനാ വന്നേ? സംസാരിക്കാൻ. ആഹാ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. 72 വിഷയങ്ങൾ. ഓ 72 വിഷയങ്ങൾ ചെയ്തു കഴിഞ്ഞോ? കഴിഞ്ഞു. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം വേണ്ടേ? വേണം. ഏത് വിഷയ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? റോഡ് സുരക്ഷ. റോഡ് സുരക്ഷ അല്ലേ? ഓക്കെ. അപ്പൊ റോഡ് സുരക്ഷ എന്തിനു വേണ്ടിയാ? അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടിയാ. അപ്പൊ എന്താ? റോഡിലല്ലേ അപകടം? റോഡിലെല്ലാം അപകടം അല്ലേ? അപ്പൊ എന്ത് വേണം? റോഡ് വേണ്ടാന്ന് വെച്ചാ മതി. റോഡ് വേണ്ടാന്ന് നോക്കാനാ? അത് പറ്റില്ല. കാരണം റോഡിലൂടെ അല്ലേ എല്ലാവർക്കും വരാനും പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് റോഡ് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. പിന്നെ വാഹനങ്ങൾ വേണ്ടാന്ന് വെച്ചാ മതി. വാഹനങ്ങൾ വേണ്ടാന്ന് വെച്ചാ എങ്ങനെയാടാ? നടന്നു പോയാ മതി. അത് ശരിയാവില്ല. അത് ശരിയാവില്ല. വാഹനങ്ങൾ വേണം. അപ്പോ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളുടെ കുഴപ്പം കൊണ്ടല്ല. വാഹനം തനിയെ പോയെങ്കിലും അപകടം ഉണ്ടാക്കില്ലല്ലോ. അപ്പോ ഓടിക്കുന്ന ഡ്രൈവർ വേണ്ടാന്ന് വെച്ചാ മതി. ഡ്രൈവർ വേണ്ടാന്ന് വെക്കാനാ? ഡ്രൈവർ വേണ്ടാന്ന് വെച്ചാ ശരിയാവൂലടാ. അതെന്താ? ഡ്രൈവർ ഇല്ലാത്ത വണ്ടി വരില്ലേ? അത് ഡ്രൈവർ ഇല്ലാത്ത വണ്ടിയൊന്നും വരാറായിട്ടില്ല. അതുകൊണ്ട് ഡ്രൈവർ വേണം. അപ്പൊ എന്ത് വേണം? ശ്രദ്ധിച്ചു ഓടിക്കണം. ശ്രദ്ധിച്ചു ഓടിക്കണം അല്ലേ? ഓക്കെ ഒരു കാര്യം ചെയ്യാം. ഓഡിയൻസിൽ നിന്ന് ആരെങ്കിലും വിളിക്കാം. കുട്ടി വരൂ. കുട്ടി വരൂ. ആരാ? നടുക്കിരിക്കുന്ന ഷാളിട്ട് കുട്ടി വരൂ. നടുക്കിരിക്കുന്ന ഷാളിട്ട് കുട്ടി വരൂ. ഓടി വരൂ ഓടി വരൂ ഓടി വരൂ. വേഗം വരൂ. 2 കുട്ടികൾ ഒരുമിച്ച് വന്നാലും മതി. 2 കുട്ടികൾ ഒരുമിച്ച് വന്നാലും മതി കേട്ടോ. ഓക്കെ ഓക്കെ. വരുന്നുണ്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പോ ഏതാ വിഷയം? റോഡ് സുരക്ഷ. റോഡ് സുരക്ഷ. ഓക്കെ ഓക്കെ. കുട്ടികളെ നടക്കാൻ അറിയോ? നടക്കാൻ അറിയാമോ? കുട്ടിയുടെ പേരെന്താ? ഈ കുട്ടിയുടെയാ? അശ്വാന. ഓക്കെ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? രണ്ടാൾ ആണോ? രണ്ടുപേരും 5-ലാണോ? രണ്ടുപേരും 5-ാം ക്ലാസ്സിലാണോ? അത് കൊള്ളാലോ. ഉയരം മാറിയല്ലോ. ഉയരം വ്യത്യാസമൊക്കെ ഉണ്ടാവും. അത് നോക്കണ്ട. ഓക്കെ. നടക്കാൻ അറിയാമോ? നടക്കാൻ അറിയാമോ?
ഓക്കെ. ഒന്ന് നടന്നു കാണിക്കേ. നടന്ന് കാണിക്കാൻ. അപ്പൊ നടന്നിങ്ങോട്ട് വന്നതല്ലേ? അതല്ല, പിന്നെ റോഡിൽ നടക്കാൻ അറിയോ? റോട്ടിൽ നടക്കാൻ അറിയാമോ? അറിയാമോ? എന്നാ പറയൂ, റോഡിന്റെ ഏത് സൈഡിൽ നടക്കണം? ആ ഓക്കെ. റോഡിന്റെ ഇടതുവശം ചേർന്ന് നടക്കണോ വലതുവശം ചേർന്ന് നടക്കണോ എന്ന് കിട്ടി ചോദിക്കണം അല്ലേ? ഇടതുവശം അഭിപ്രായമുള്ളവരുണ്ടോ? ഇടതുവശം എന്ന് അഭിപ്രായമുള്ളവരുണ്ടാവും, വലതുവശം എന്ന അഭിപ്രായമുള്ളവരുണ്ടാവും അല്ലേ? ഇടതുവശം ചേർന്ന് നടക്കണം എന്ന് അഭിപ്രായമുള്ളവരൊന്ന് കൈവക്കിയേ. അവരൊക്കെ പൊക്കി. ഇടതുവശം ചേർന്ന് നടക്കണം എന്ന് അഭിപ്രായമുള്ളവരാണ് ഈ കൈവക്കിയിരിക്കുന്നത് അല്ലേ? ഇനി വലതുവശം ചേർന്ന് നടക്കണം എന്ന് അഭിപ്രായമുള്ളവർ പൊക്കിയേ. കണ്ടോ കണ്ടോ, ഇത്രയും ആളുകൾ. ഈ കാര്യത്തിൽ രണ്ടഭിപ്രായം പാടില്ല. ഏതാ ശരി? വലതുവശം. വലതുവശം കേട്ടോ. ഇടതുവശത്തൂടെ കൈയടിക്കണം അല്ലേ? ഇടതുവശത്തൂടെ വാഹനങ്ങൾക്ക് പോകാനുള്ളതാണ് കേട്ടോ. അവിടെ ഇടതുവശം ചേർന്ന് വാഹനങ്ങൾ വരും. പക്ഷെ നമ്മൾ നടക്കേണ്ടത് വലതുവശം. മനസ്സിലായോ? മനസ്സിലായി. അതെന്തിനാ വലതുവശം ചേർന്ന് നടക്കാൻ പറയണേ? അതിന് കാരണമുണ്ടല്ലേ? നമ്മള് ഇടതുവശത്ത് കൂടി പോകുന്ന ഡ്രൈവർ വലതുവശത്തായിരിക്കില്ലേ? അപ്പോ വലതുവശത്ത് കൂടി എതിരെ വരുന്ന ഡ്രൈവർ ഇടതുവശത്തായിരിക്കും അല്ലേ? അപ്പോ പുറകിലൂടെ ഒരു വാഹനം നമ്മുടെ സൈഡിൽ വരാനും അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട് അല്ലേ? പുറകിലൂടെ നമ്മുടെ ചേർന്ന് വന്നാൽ നമ്മൾ കാണില്ല. പക്ഷെ എതിരെ വരുന്ന വാഹനം ഡ്രൈവർ ആ സൈഡിലാണെങ്കിലും അബദ്ധത്തിന് എങ്ങാനും നമ്മളുടെ നേരെ വന്നാൽ രക്ഷപ്പെടാം അല്ലേ? മനസ്സിലായി. അല്ലാതെ ഈ നിയമങ്ങളൊക്കെ ചുമ്മാ ഉണ്ടാക്കിയിരിക്കുന്നതല്ല കേട്ടോ. ഒരുപാട് ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ്. പക്ഷെ ഇപ്പോഴും നമ്മളൊരു വലിയ വേദിയിൽ ചെന്നിട്ട് ഇടതുവശം ചേർന്ന് നടക്കണമെന്ന് ചോദിച്ചാൽ ഇടതുവശം ചേർന്ന് നടക്കണമെന്ന് പറയുന്ന ഒരുപാട് പേര്, വലതുവശം ചേർന്ന് നടക്കുന്ന ആളുകൾ കുറവാണ് കേട്ടോ. അതെന്താ? അതൊക്കെ നമ്മള് പഠിക്കേണ്ടതുണ്ട് കേട്ടാ. കുട്ടി വരൂ. ഓക്കെ. റോഡ് ക്രോസ് ചെയ്യാൻ അറിയാമോ? റോഡ് ക്രോസ് ചെയ്യാൻ അറിയാം. നിനക്കറിയോ? അറിയാം. ആരാ നിന്നെ പഠിപ്പിച്ചേ? എന്റെ അങ്കിള്. നിന്റെ അങ്കിളാ? നിന്റെ അങ്കിളാണോ നിന്നെ പഠിപ്പിച്ചേ? നിന്റെ അങ്കിൾ എന്ന് പറയുമ്പോ നിന്നെ പോലെ രോമവും വാലും ഒക്കെ ഉള്ള ആളാണോ? അപ്പൊ ഗറില ആയിരിക്കും. ഗറില അങ്കിളാണ്. അപ്പൊ നിന്റെ ഗറില അങ്കിൾ എങ്ങനെയാ റോഡ് ക്രോസ് ചെയ്യാൻ പഠിപ്പിച്ചേ? റോഡിന്റെ സൈഡിൽ പോയി നിൽക്കും. റോഡിന്റെ സൈഡിൽ പോയി നിൽക്കും അല്ലേ? ഓക്കെ. അപ്പൊ റോഡിലൂടെ വണ്ടികളൊക്കെ ഓടുന്ന കാണുമ്പോ പേടിയാവൂലേ? അതെന്താ? അങ്കിള് കണ്ണടച്ചു പിടിക്കുവോ? എന്നിട്ട് അയ്യോ, എന്നിട്ട് നിന്റെ അങ്കിൾ ഇപ്പൊ എവിടെയുണ്ട്? ഫോട്ടോയിൽ മാലിട്ട് വെച്ചിരിക്കാം. അത് ശരി, ഫോട്ടോയിൽ മാലിട്ട് വെച്ചിരിക്കുക അല്ലേ? അങ്ങനെ ചാടരുത് കേട്ടോ. അവന്റെ അങ്കിള് പറഞ്ഞ പോലെ റോഡിന്റെ സൈഡിൽ പോയിന്ന് ഒറ്റച്ചാട്ടം. അത് വേണ്ട. അതാ പിന്നെ ചാടാൻ പറ്റൂല. അതാ കാര്യം അല്ലേ? അപ്പോ എങ്ങനെ ക്രോസ് ചെയ്യണം? സീബ്ര ലൈൻ ഉള്ള സ്ഥലത്ത് ക്രോസ് ചെയ്യണം. മനസ്സിലായോ? സീബ്ര ലൈൻ ഇപ്പൊ എവിടെയെങ്കിലും നമ്മുടെ ഗ്രാമപ്രദേശത്തിലെ റോഡുകളിലൊന്നും സീബ്ര ലൈൻ ഇല്ല അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? സൈഡ് രണ്ടും നോക്കി. ഓക്കെ. വലത് നോക്കി, വീണ്ടും ഇടത് നോക്കി, വീണ്ടും വലത് നോക്കി, പിന്നെ ക്രോസ് ചെയ്യണം. എങ്ങനെ? ഒറ്റച്ചാട്ടമാണോ? വേഗം നടന്ന് ക്രോസ് ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പൊ ക്രോസ് ചെയ്യാൻ പഠിച്ചു, റോഡിൽ നടക്കാൻ പഠിച്ചു ഇല്ലേ? ഓക്കെ. വണ്ടി ഓടിക്കാൻ അറിയാമോ? അതിനാൽ എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ പറ്റൂല. വണ്ടി ഓടിക്കാൻ എത്ര വയസ്സാകണം? 18 വയസ്സ്. ആരാ? 18 വയസ്സായോ? കണ്ടാ പറയില്ലേ? ഒരു 17 പറയോ? അത്രയും പറയില്ലേ? പിന്നെ എത്ര പറയും? 17 തിരിച്ചിട്ട് നോക്കണം. 17 തിരിച്ചിട്ട് നോക്കണം. ഈ പാരയാട്ടോ. ഇനി ഞാനാണ് പാര. നല്ല കുട്ടികളാട്ടോ. നടന്നോളൂ. ഒന്ന് കൈയടിച്ചെടുത്തേ, നടന്നോളൂ. ഓക്കെ. അപ്പോ പറയാം. അപ്പൊ നീ പാര വെക്കരുത്. ഇതൊക്കെ ചുമ്മാ പറയാട്ടോ. ആരോടാ നീ സംസാരിക്കണേന്നറിയോ? എനിക്കറിയാം. ആ കറുത്ത ഡ്രസ്സിന് ചുമന്ന പൂക്കളുള്ള കറുത്ത ഡ്രസ്സിൽ ചുവന്ന പൂക്കളം. കറുപ്പാണോ നീലയാണോ? അതാണ്. കണ്ണിന് നല്ല കാഴ്ച വേണം. എന്തിനാ? വണ്ടി ഓടിക്കാൻ. വണ്ടി ഓടിക്കാൻ കണ്ണിന് നല്ല കാഴ്ച വേണം അല്ലേ? കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവര് വണ്ടി ഓടിക്കാൻ പാടില്ല അല്ലേ? പറ്റില്ല. ഓക്കെ. അപ്പോ 18 വയസ്സാകാതെ വണ്ടി ഓടിക്കാൻ പാടില്ല. അപ്പൊ 18 വയസ്സായ എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? എന്താ? കാഴ്ച വേണം അല്ലേ? കാഴ്ച ടെസ്റ്റ് ചെയ്യണം. അപ്പൊ കാഴ്ച ടെസ്റ്റ് ചെയ്ത് നല്ല കാഴ്ചയുള്ള എല്ലാവർക്കും 18 വയസ്സ് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ? അതെന്താടാ? ലൈസൻസ് എടുക്കണം അല്ലേ? ശരി. അപ്പൊ 18 വയസ്സാകണം. നല്ല കാഴ്ച വേണം. കാഴ്ചയുടെ ടെസ്റ്റ് ഉണ്ട്. പിന്നെ ലൈസൻസ് വേണം അല്ലേ? ഓക്കെ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അല്ലേ? പിന്നെ
മര്യാദ പാലിക്കണം അല്ലേ? ആ റോട്ടില് ഡിഫൻസീവ് ആണല്ലേ? മര്യാദ പാലിക്കണം അല്ലേ? ആ ചേച്ചിയുടെ പേരെന്താ? ചേച്ചിയുടെ പേരെന്താ? ആരോടാ? ഫ്രണ്ടിലിരുന്ന് ചിരിക്കുന്ന ചേച്ചിയോടാ. കേക്കണില്ല. ആ അല്ലതാ നല്ല പേരാട്ടോ. നല്ല പേരല്ലേ? ആ എന്താ ജോലി? വർക്ക് ചെയ്യുന്നില്ലേ? ഓക്കേ. ഹൗസ് വൈഫ് ആണെന്ന് തോന്നുന്നു. ആണോ? ഓക്കേ ഹൗസ് വൈഫ് ആണ്. എത്ര ശമ്പളം? എത്ര ശമ്പളം എന്നാ? ഇവിടെ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള ജോലിയൊന്നുമില്ല. ആര് പറഞ്ഞു? കഞ്ഞി വെക്കണം, കറി വെക്കണം, വീട് വൃത്തിയാക്കണം. ഓ ഓക്കെ ഓക്കെ. മുതിർന്നവർ നോക്കണം, കുട്ടികളെ നോക്കണം. ആ സീരിയൽ കണ്ട് കരയണം. ആ അത് ശരി ശരി. ഇതൊക്കെ ജോലിയാണ്. ഇതിനൊക്കെ ഒരാളെ വെച്ചാൽ എത്ര ശമ്പളം കൊടുക്കേണ്ടി വരും അല്ലേ? ആ ശമ്പളം മേടിച്ചോളൂ കേട്ടോ. ശമ്പളം മേടിച്ചോളണോ? എത്രയാ? നിയമം വല്ലതും ഉണ്ടോ? ഉണ്ട്. ഭർത്താവിന്റെ വരുമാനത്തിന്റെ 16%. ആ ഭർത്താവിന്റെ വരുമാനത്തിന് 16% മേടിച്ചോളണം കേട്ടോ, കൃത്യമായിട്ട് കേട്ടേ. രക്ഷപ്പെട്ട്. ആ രക്ഷപ്പെട്ട്. ആര്? ഭർത്താവ് രക്ഷപ്പെട്ട്. എന്താ? ബാക്കി മുഴുവനും കണ്ടുപിടിച്ച് തീർക്കാലോ. അത് ശരി. 16% കൊടുത്താ പിന്നെ അവർ രക്ഷപ്പെട്ടല്ലേ? ആ പാര വെക്കരുത്. ആരൊക്കും? പാര വെക്കൂലേ? ആ ഈ സ്ത്രീകളെ കളിയാക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. ഇല്ല കേട്ടോ. ഇല്ലേ? ആ സ്ത്രീകളുടെ സങ്കല്പം അറിയോ? അറിയാം. കുറച്ചും കൂടി ചേച്ചി എന്നോട് പറഞ്ഞു. ആ അവിടെ വെച്ചൊരു ചേച്ചി നിന്നോട് പറഞ്ഞല്ലേ? സ്ത്രീ നമ്മൾക്ക് അമ്മയാണ്. അമ്മായി അങ്ങനെയാണ്. അമ്മയാണ്. ശരിയാണ് ശരി. ആ ദേവിയാണ്. യക്ഷിയാണ്. അതെ വേണ്ടാട്ടോ, നീയാണ് ശരിയാവില്ല. ഇയാൾ കണ്ടത്. ആ യക്ഷിയുമാണ്. ഓക്കെ ഓക്കെ. കുടുംബിനിയാണ്. കുടുംബം വലക്കിയാണ്. അതെ സീരിയലുള്ള ആൾക്കാർ പറയുന്ന പോലെ പറയരുത്. ഞാൻ പറയും. പറയോ? ഇവൻ പാരയാ. താനാണ് ആരാ? ആ റോഡ് സുരക്ഷ മുഴുവനും പറയാനുള്ള സമയമൊന്നുമില്ല. ഒരു ചോദ്യം ചോദിക്കട്ടെ? ആരോടാ ചോദിക്കുന്നേ? നീ അവിടെ മൊബൈൽ കൊണ്ട് വീഡിയോ എടുക്കുന്ന ചേട്ടനോടാ. വീഡിയോ എടുക്കുന്ന ചേട്ടനോടാ? ആ ഓക്കെ. കറുത്ത ടീഷർട്ടും ട്രൗസറും ആയിട്ട് ഇരിക്കുന്നേ. ആണാ? ആ എന്ത് പഠിക്കണമെന്ന് ചോദിച്ചേ? LKG-യിലാണോ പഠിക്കുന്നേ? LKG-യിലാണോ പഠിക്കണേന്ന്? അതെന്താണ് അങ്ങനെ ചോദിക്കാൻ കാര്യം? ആ ഡ്രസ് കണ്ടിട്ട് അങ്ങനെ തോന്നി. ഇവൻ പാരയാട്ടോ. താനാണ് ആരാ? ഒരു ചോദ്യം ചോദിക്കട്ടെ? ആ ചോദിക്ക്. ഒരു ചേട്ടൻ ആ മദ്യം കഴിച്ച് വണ്ടി ഓടിക്കുന്നു. ആ ഒരു ചേട്ടൻ മദ്യം കഴിച്ച് വണ്ടി ഓടിക്കുന്നു. 100 കിലോമീറ്റർ സ്പീഡില് ഹൈവേയിൽ കൂടി അദ്ദേഹം മദ്യം കഴിച്ചോട്ട് വണ്ടി ഓടിക്കുന്നു. പോലീസ് കണ്ടാ കേസ് എടുക്കുവോ? ആ പോലീസ് കണ്ടാ കേസ് എടുക്കുമെന്നാണ് ചോദ്യം. മറുപടി ഉടനെ വേണം. അതെല്ലേ? ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണ്ട. ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണ്ട, ഒറ്റ മറുപടി മതിയല്ലേ? സമയമില്ല അതുകൊണ്ട് തന്നെയാ കേസെടുക്കും അല്ലേ? ആ ഓക്കെ ഓക്കെ. ഉത്തരം വളരെ വളരെ തെറ്റാണ്. അതെന്താടാ? കേസ് എടുക്കില്ല. അതെന്താ കേസെടുക്കാത്തെ? കേസെടുക്കാൻ അയാൾ ജീവനോട് ഉണ്ടായിട്ട് വേണ്ടേ? അതെ അത്ര സ്പീഡില് മദ്യം കഴിച്ച് വണ്ടി ഓടിച്ചാൽ ചിലപ്പോ ആളുണ്ടാവില്ല അല്ലേ? അതാ കാര്യം അല്ലേ? നീ ശരിയാവില്ല. ഞാൻ മിണ്ടുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പോ അവർക്കൊരു മിമിക്രി കാണിച്ചു കൊടുക്ക്. മാക്രി അല്ലടാ, മിമിക്രി. എന്ത് കാണിക്കണം? കാട്ടിലുള്ള ഏതെങ്കിലും മൃഗത്തിന്റെ സൗണ്ട് കാണിച്ചാൽ മതി. ഏത് മൃഗം? ഏതെങ്കിലും ഒരു മൃഗം. ആണോ? ഈ ചേട്ടൻ പറഞ്ഞാൽ മതി. ഏത് ചേട്ടൻ? അവിടെ ചെക്ക് ഷർട്ടിട്ടൊരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. ചെക്ക് ഷർട്ടിട്ടൊരു ചേട്ടൻ ഇരിപ്പുണ്ടല്ലേ? ചേട്ടാ നമസ്കാരം. ചേട്ടന്റെ പേരെന്താ? കേൾക്കണില്ല. സാജു രണ്ട് പേരുണ്ടോ? ഇല്ല ഒരു പേരേ ഉള്ളൂ. പിന്നെ എന്തിനാ പ്രാവശ്യം പറഞ്ഞു? നീ കേൾക്കണില്ല എന്ന് പറഞ്ഞോണ്ടാ. ഓ അതുകൊണ്ടാണോ? എന്താ ജോലി? എന്തിനാ ജോലി? കേൾക്കണില്ല. ഓക്കെ. ഒരു കാര്യം ചെയ്യ്. ചേട്ടൻ പറഞ്ഞോളൂ. ഒരു കാട്ടിലുള്ള ഒരു മൃഗത്തിന്റെ പേര് പറഞ്ഞാൽ മതി. ഇയാൾ അതിന്റെ സൗണ്ട് കാണിച്ചു തരും. അതെ സിംഹം സിനിമയുടെ പരസ്യോ? അതല്ല, ഒറിജിനൽ സിംഹത്തിന്റെ കാര്യമോ സാറ് പറഞ്ഞേ? സാറ് സിംഹത്തിനെ കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, സിംഹം സാറിനെ കണ്ടു കാണില്ല. സിംഹം സാറിനെ കണ്ടു കാണില്ലേ? ഇല്ല. അതെങ്ങനെ മനസ്സിലായി? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നേ. ഇവ ശരിയാവില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കാട്ടിലൂടെ നടന്നു പോകുമ്പോ പെട്ടെന്നൊരു സിംഹം നമ്മുടെ മുമ്പിലേക്ക് ചാടി വീണാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, സിംഹം തന്നെ ചെയ്തിട്ട് പോയിക്കോളും. ഓ നമുക്ക് സിംഹത്തിന്റെ സൗണ്ട് കേൾക്കാം. ഭയങ്കര സൗണ്ട് ആയിരിക്കും കേട്ടോ. ഒന്ന് കാണിച്ചേ. ഇത് പൂച്ചയുടെ സൗണ്ട് ആണല്ലോ. നന്നായിട്ട് കാണിക്കേ. ഇയാൾക്ക് സിംഹത്തിന്റെ സൗണ്ട് കാണിക്കാൻ അറിയില്ല. അതുകൊണ്ടല്ല. പിന്നെ സിംഹത്തിന് ജലദോഷം. ജലദോഷോ? ഒരങ്ങൻ. ഓ നമുക്കേ ഒരു കാര്യം ചെയ്യാം. അപ്പോ അവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിച്ചേ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഞങ്ങളോട്? എന്ത് വേണമെങ്കിലും ചോദിക്കാം. കിറ്റി 72 വിഷയങ്ങൾ ചെയ്യുന്നുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി, എനർജി കൺസർവേഷൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ജനമൈത്രി പോലീസിംഗ്, ഗ്ലോബൽ വാർമിംഗ്, HIV AIDS, മനുഷ്യർക്കുണ്ടാകുന്ന 114 തരം രോഗങ്ങൾ, അങ്ങനെ പലവിധ വിഷയങ്ങൾ കിറ്റി കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും കുസൃതി ചോദിക്കണമെങ്കിലും ചോദിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കിറ്റിയോട് ചോദിക്കാം. കുട്ടി ചോദിക്കുന്നുണ്ടോ? ഏത് കുട്ടിയാ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ് ഇട്ട കുട്ടിയാ? വരുന്നുണ്ടോ? ആരെങ്കിലും സ്റ്റേജിലേക്ക് കയറി വാ. വരൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞു തരും. നീ തന്നെ അങ്ങ് പോയാ മതി. ഞാൻ തന്നെ കൊണ്ടേ പോകുള്ളൂ. അതെ ശരി, എന്നെ കൊണ്ടേ പോകുള്ള.
ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ റെഡി ആയിട്ട് ആരോ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇത് കഴിഞ്ഞാലും ഞങ്ങൾ ഇവിടെ പുറത്തിറങ്ങി വരാം കേട്ടോ. ഞങ്ങളോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. അപ്പോ എല്ലാവർക്കും നന്ദി പറയും. നന്ദി പറയണം. നന്ദി പറയണം. ആ അതിന് കൈയടിക്കണം. ശരി ശരി. എല്ലാവരും കൈയടിച്ചില്ല. ആരാ കൈയടിക്കാത്തേ? ചേച്ചിയും ചേട്ടനും ഒന്നും കൈയടിച്ചിട്ടില്ല. ആണോ? ശരി ശരി. നന്ദി പറയാം. കൈയടിച്ചാ എല്ലാവർക്കും നന്ദി. കൈയടിച്ചവർക്ക് മാത്രം ഇവിടെ കൈയടിക്കാത്തവർക്കും പറയാം. കൈയടിക്കാത്തവർക്ക് ഇയാള് ശരിയാവില്ല കേട്ടോ. കൈയടിക്കാത്തവർക്കും കൈയടിച്ചവർക്കും ഞാൻ എൻ്റെ പേരിലും കിറ്റിയുടെ പേരിലും കേരളീയത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ജീവിതത്തിന്റെ ഏതെങ്കിലും വ്യത്യസ്തമായ സാഹചര്യത്തിൽ വ്യത്യസ്തമായ ഏതെങ്കിലും സന്ദേശവുമായി നമുക്ക് നേരിട്ട് കണ്ടുമുട്ടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്ന് ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം വിനോദ് നർനാട് ആൻഡ് കിറ്റി. അയ്യോ ഞാൻ മാജിക് കാണിച്ചോളാം. ഇത് ശരിയാവില്ല കേട്ടോ. മാജിക് കാണിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഇറങ്ങാം. അപ്പൊ അവർ ഒരുപാട് ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കും. ഇങ്ങനെ അകലത്തിൽ മൈക്കൊക്കെ പിടിച്ചിട്ട്. അപ്പം ഞങ്ങളുടെ കയ്യിൽ മൈക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. മൈക്കൊന്നും ഇല്ലാതെ ഇറങ്ങാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കാം. ഓക്കെ പോയിട്ട് വേഗം വരും കേട്ടോ. നമസ്കാരം. മാജിക്ക് ഇഷ്ടമല്ലേ? ഞാൻ ആദ്യം ചോദിച്ചില്ലേ ഈ ചോദ്യം. അപ്പോൾ പിന്നീട് നമ്മൾ വേദി മാറി അല്ലേ? അതിനുശേഷം വീണ്ടും വരികയാണ്. മാജിക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണല്ലോ. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് മാജിക് അല്ലേ? ഓക്കെ, നമുക്ക് വളരെ സമയം കുറവാണ്. അതുകൊണ്ട് വളരെ സ്പീഡിൽ നമ്മൾ മാജിക് കാണിച്ചിട്ട് വേഗം പോകണം. അടുത്ത വേദിയിൽ നിന്ന് വിളി വന്നുകൊണ്ടേയിരിക്കുന്നു കേട്ടോ. വഴിയും ബ്ലോക്കാണ്. നമുക്ക് ഒരുപാട് സമയം എടുക്കും ഓടിയെത്താനായിട്ട്. കാരണം ഇന്നിപ്പോൾ രണ്ടാമത്തെ വേദിയാണ്. 3 വേദിയുണ്ട്. അടുത്ത വേദിയിൽ കൂടി പോകണം. ഓക്കെ, അപ്പോൾ മാജിക് ഇഷ്ടമാണ്. മാജിക് ആസ്വദിക്കണമെങ്കിൽ സാധാരണ എല്ലാവരും ആസ്വദിക്കുന്ന മറ്റു കലകൾ പോലെ മാജിക് ആസ്വദിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾക്ക് ഒരല്പം അശ്രദ്ധമായിട്ട് വേണമെങ്കിൽ ഒരു സിനിമ കാണാം അല്ലേ? സിനിമാ തിയേറ്ററിൽ പോയിരുന്ന് ഒരു പാതി ഉറക്കത്തിൽ പോലും നമുക്ക് ഒരു പാട്ട് ആസ്വദിക്കാം അല്ലേ? പക്ഷെ അതുപോലെയല്ല മാജിക്. നല്ല ശ്രദ്ധ വേണം. ശ്രദ്ധയോട് നോക്കിയിരുന്നാൽ മാത്രമേ മാജിക് ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ചില സൂത്രപ്പണികളൊക്കെ ഞങ്ങൾ മജീഷ്യന്മാർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സൂത്രത്തിൽ ഇത് കണ്ടോ, ഒരു പല നിറത്തിലുള്ള ഒരു സിൽക്കാണ് കേട്ടോ. കാണുന്നുണ്ടോ അതെല്ലാവരും? എല്ലാവർക്കും കാണാമല്ലോ. ഇതിൽ കുറേ നിറങ്ങളുണ്ടല്ലേ? കുറേ നിറങ്ങളുള്ള ഒരു സിൽക്ക്. എന്തിനു വേണ്ടിയാണ് മജീഷ്യന്മാർ ഇതുപോലെ കളർഫുൾ ആയിട്ട് സാധനങ്ങൾ ഉപയോഗിക്കണമെന്നറിയോ? നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ കണ്ണിന്റെ നോട്ടം ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുക. അതാണ് ഞങ്ങൾ പഠിക്കുന്ന സയൻസ്. അങ്ങനെ എത്തിച്ചാൽ ഒരു വലിയൊരു ഓഡിയൻസിന് മുഴുവനും നോട്ടവും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചാൽ ആ മജീഷ്യൻ വിജയിച്ചു കേട്ടോ. അപ്പോൾ അവർ കാണാതെ ഞങ്ങൾക്ക് ഒരുപാട് വിദ്യകൾ അവതരിപ്പിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് മാജിക് ആളുകൾ ഇഷ്ടപ്പെടുന്നതിന് കാരണമുണ്ട്. നമ്മൾ പാട്ട് ആസ്വദിക്കുമ്പോഴും അതുപോലെ കഥ ആസ്വദിക്കുമ്പോഴും സിനിമ കാണുമ്പോഴും എല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സന്തോഷം ഉണ്ടാകുന്നുണ്ട് ഓരോ സന്ദർഭത്തിലും. അതുപോലെ തന്നെ അത്ഭുതം ഉണ്ടാകുമ്പോഴും നമ്മളുടെ മനസ്സിൽ സന്തോഷമുണ്ടാകുന്നുണ്ട് കേട്ടോ. അത്ഭുതം ഉണ്ടാകുമ്പോഴും സന്തോഷം ഉണ്ടാകുന്നുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഒരാൾ വന്നിട്ട് വീട്ടിലൊരു ചക്ക ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. പക്ഷെ വീട്ടിലൊരു ചക്ക ഉണ്ടായി, പക്ഷെ അതിനൊരു ആനയുടെ വലിപ്പമുള്ള ചക്കയാണെന്ന് പറഞ്ഞാൽ അയ്യോ, എന്നാൽ പിന്നെ ആ ചക്കയൊന്ന് കാണണമല്ലോ. അപ്പോൾ അത്ഭുതം കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ എട്ട് പൊട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് മജീഷ്യന്മാരും ഇതുപോലെ മാജിക് എന്ന കലാരൂപവും എല്ലാം നമുക്ക് ഉണ്ടായി. കണ്ടോ? അപ്പോൾ ഇതിലെ നിറങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കേട്ടോ. ഇനി ഞാൻ ഈ സിൽക്കിനെ ഇതുപോലെ എൻ്റെ കയ്യിലേക്ക് കടത്തി വിടുകയാണ് കേട്ടോ. ഇതിലെ നിറങ്ങളെല്ലാം വാച്ച് ചെയ്തോ നിങ്ങൾ? ഇത് കഴിഞ്ഞ് ഞാൻ ചോദിക്കുക അതെല്ലാം നിറങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിക്കും കേട്ടോ. അപ്പോൾ പറയണം നിങ്ങൾ. ഏതെല്ലാം നിറങ്ങളുണ്ടായി? ഏതെല്ലാം നിറങ്ങളുണ്ടായി എന്നറിയാമോ? അറിയില്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. അതിൽ പച്ച കണ്ടവരുണ്ടോ? പച്ച. ഓക്കെ. മഞ്ഞ കണ്ടവരുണ്ടോ? ഓക്കെ. ചുവപ്പ് കണ്ടവരുണ്ടോ? ഉണ്ട്. ചുവപ്പ് കണ്ടില്ല. ഓക്കെ. അപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. ചുവപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഓറഞ്ച് കണ്ടവരുണ്ടോ? ബ്ലാക്ക് കണ്ടവരുണ്ടോ? ബ്ലാക്ക് ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ നല്ല ഓഡിയൻസ് ആണ്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ. പക്ഷെ സിൽക്ക് കണ്ടു, ആ നിറം കണ്ടു, എല്ലാ നിറവും കണ്ടു അല്ലേ? അപ്പം ഒരുപാട് നിറങ്ങൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല നിറങ്ങൾ ഇഷ്ടപ്പെടുന്ന പല ആളുകളാണ്. എല്ലാവർക്കും ഒരേ നിറം ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരുടെയും ടേസ്റ്റിനെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല നിറങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സിൽക്കിന് എന്താ സംഭവിച്ചെന്ന് നോക്കാം. ഫോക്കസ് അത് പോയി. ഇങ്ങനെ ഒരു സിൽക്ക് കയ്യിലെടുത്ത് കുറേ വർഷങ്ങളോളം ഉള്ള പ്രാക്ടീസ് കൊണ്ട് ഒരാൾ ഇതുപോലെ വലിയൊരു ഓഡിയൻസിന് മുമ്പിൽ സിൽക്കിനെ അപ്രത്യക്ഷമാക്കുമ്പോൾ കണ്ടിരിക്കുന്നവരെല്ലാവരും ആദ്യം പറയാൻ പോകുന്നത് അത് ആ കൈയുടെ ഉള്ളിലോട്ട് കയറി പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്ന് പറയും.
കണ്ടതാണോ? നിങ്ങൾ പലരും വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ സ്ലോവിലിട്ട് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ വളരെ സ്ലോവിലിട്ട് നോക്കിക്കോളൂ. അങ്ങനെ കൈയുടെ ഉള്ളിലേക്ക് ഒരു സാധനം കയറ്റാൻ പറ്റും. ഒരു സിൽക്ക് കയ്യിലേക്ക് കയറ്റിയത് എത്ര സമയം കൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത മാജിക് ആസ്വദിക്കുന്നതിന് എനിക്കൊരു കുട്ടിയുടെ സഹായം ആവശ്യമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരു കുട്ടി, ഒരു മിടുക്കി കുട്ടി, വാ വാ വാ. ഞാൻ നേരത്തെ കിറ്റിയോട് സംസാരിക്കാൻ പറഞ്ഞ് വിളിച്ചിട്ട് വന്നില്ല കേട്ടോ. അതിനുള്ള പ്രതികാരം ഞാൻ ഇപ്പൊ വീട്ടാൻ പോവാ. കയറി വരും. കുട്ടിയുടെ പേരെന്താ? നവീന. ഓ രവീന. ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 4ാം ക്ലാസ്സിൽ. ഓ ഈ സൈഡിൽ വരൂ, ഇപ്പുറത്ത് വരൂ. ഓക്കെ. അപ്പോൾ ഈ മാജിക് പഠിക്കാൻ ഇഷ്ടമാണോ? പഠിക്കാൻ ഇഷ്ടമാണ് അല്ലേ? മാജിക് പഠിക്കാൻ ഇഷ്ടമാണ്, മാജിക് കാണാൻ ഇഷ്ടമാണ്. പക്ഷെ ഇതുപോലെ സ്റ്റേജിലേക്ക് വിളിച്ചു കൊണ്ടുവരുമ്പോൾ മാജിക് പഠിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ നമുക്കൊരു കുഴപ്പമുണ്ട്. ചീത്ത കുട്ടിയാണോ നല്ല കുട്ടിയാണോ എന്നൊക്കെ നോക്കും കേട്ടോ. ചീത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ വെച്ചുകൊണ്ട് ഒരു മാജിക് പോലും ചെയ്യാൻ പറ്റില്ല നമുക്ക്. മനസ്സിലായോ? മനസ്സിലായില്ല. ചീത്ത കുട്ടികളെ വെച്ചുകൊണ്ട് നമ്മൾക്ക് മാജിക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. നല്ല കുട്ടികളെ വെച്ചുകൊണ്ട് മാജിക് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. അപ്പോൾ ചീത്ത കുട്ടിയെ നല്ല കുട്ടിയാക്കി മാറ്റാം. ചില മന്ത്രങ്ങളൊക്കെ പഠിക്കണം. ഇത് എൻ്റെ മാന്ത്രിക വടിയാണ് കേട്ടോ. ഇത് പിടിച്ചോളൂ. ഓക്കെ, പിടിച്ചോളൂ. ഇതെന്ത് മാന്ത്രിക വടി ഇത്? പിടിച്ചോളൂ. ഇത് അകം ശൂന്യമായ ഒരു പാത്രമാണ്. ഓക്കെ. ഇതിനകത്തൊന്നുമില്ല കേട്ടോ. ഒന്നുമില്ല കേട്ടോ. ഇതിനകത്തൊന്നുമില്ല, ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ഓക്കെ. ഇതിൻ്റെ അകം ശൂന്യമാണ്. എന്തേ? ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? എന്താ ഉള്ളേ? മിഠായി ഉണ്ടോ? അയ്യോ, കുറച്ച് മിഠായി ഇതിനകത്ത്. കൈ കാണിക്ക്. എനിക്ക് കാര്യമായ പാത്രമാണ് വേണ്ടത്. ഓക്കെ. ആ മിഠായി മുഴുവനും കുട്ടി എടുത്തോളൂ കേട്ടോ. വേണ്ടേ? മിഠായി ഇഷ്ടമല്ലേ? ഒന്നല്ല അവിടെ വെച്ചോളൂ. നമുക്ക് കാലിപാത്രം മതി കേട്ടോ. ഓക്കെ. ഇനി ഞാൻ പറയുന്ന മന്ത്രം ഇയാൾ ചെല്ലണം കേട്ടോ. ടീ പ്രാക് ജൽദി ഹമേ ബുഹാ ജൽദി വേരിക്ക കാളി നഗലി കുറിഞ്ഞി ടീ പ്രാക് ചേഞ്ച്. പറഞ്ഞോളൂ. ഈ മന്ത്രത്തിനൊരു കുഴപ്പമുണ്ട്. മന്ത്രം തെറ്റിച്ച് പറഞ്ഞാൽ തല പൊട്ടി തിരിച്ചു പോകും. അങ്ങനെ കുഴപ്പമുണ്ട്. ഒന്നും കൂടി പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. അങ്ങനെ ശ്രദ്ധിച്ച് വേഗം പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ മാർക്കൊക്കെ ഒരുപാട് കിട്ടും കേട്ടോ. ടീ പ്രാക് ജൽദി ഹമേ ബുഹാ ജൽദി വേരിക്ക കാളി നഗലി കുറിഞ്ഞി ടീ പ്രാക് ചേഞ്ച്. പറഞ്ഞു. അയ്യോ, പറ്റിയില്ല. ഇതേ കുഴപ്പമുണ്ട്. അതിനകത്ത് കുറിഞ്ഞി എന്ന് പറഞ്ഞില്ലേ, അത് പൂച്ചയുടെ പേരാട്ടോ. അങ്ങനെ കുറേ വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയൊരു മന്ത്രമാണ്. നമുക്ക് ഇയാൾക്ക് വേണ്ടി ഇതിനെ ചെറിയ മന്ത്രമാക്കി തരാം. കുടുകുടു കുക്കുടു എന്ന് പറഞ്ഞേ. കുടുകുടു കുക്കുടു. മാന്ത്രികോടി ഇതിങ്ങനെ കാണിക്കണം. കുടുകുടു കുക്കുടു. ഓക്കെ. കുടുകുടു കുക്കുടു. ഓക്കെ. മാജിക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അയ്യോ, കുട്ടിയുടെ മുഖഭാവം കണ്ടിട്ട് എന്തോ മാജിക് സംഭവിച്ച പോലെ ഉണ്ടല്ലോ. എന്താ അറിയും? മിഠായിയോ? ഓക്കെ, കൈ കാണിക്കൂ. ഓക്കെ. അപ്പോ ഇനി ഇതുപോലെ മിഠായി വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു പാത്രം എടുത്ത് വെക്കണം. മന്ത്രം ചൊല്ലുക. കുടുകുടു കുക്കുടു. മനസ്സിലായോ? ഓക്കെ. പഠിച്ചോ മാജിക്ക്? ഓക്കെ. താങ്ക് യു. ഒന്ന് കൈയടിച്ചു കൊടുത്തേ. ഇനി ഞാൻ കിറ്റിയുമായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ വരാം കേട്ടോ. നിങ്ങൾക്ക് അടുത്ത വേദിയിലേക്ക് പോവാണ്. ഈ മിഠായി എല്ലാ കുട്ടികൾക്കും കൊടുത്തോളൂ കേട്ടോ. എല്ലാവർക്കും കഴിക്കാനുള്ള മിഠായി ഉണ്ട്. അപ്പോൾ കിറ്റിയോട് ചോദ്യങ്ങൾ ചോദിച്ചില്ല കേട്ടോ. വളരെ കുറച്ച് പേരെ ചോദിച്ചുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെന്നാൽ സമാധാനമായിട്ട് ആലോചിച്ചിട്ട് കിറ്റിയോട് എന്തെങ്കിലും ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട് കേട്ടോ. നിങ്ങൾ യൂട്യൂബ് കാണാറില്ലേ? യൂട്യൂബ് എടുത്തിട്ട് കിറ്റി ഡൈജസ്റ്റ് എന്ന് അടിച്ചാൽ കിറ്റിയുടെ ചാനൽ വരും കേട്ടോ. അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. താഴെ കമൻറ്റ് ബോക്സിൽ കുറ്റം പറയണോ? ഇവ ശരിയാവില്ല കേട്ടോ. കുറ്റം പറയണ്ട. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയേണ്ട എന്തെങ്കിലും അറിവ്, പുതിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ ചോദിച്ചാൽ കിറ്റി പറഞ്ഞു തരും. അപ്പോൾ ഞങ്ങൾ ഇവിടെ വാങ്ങുകയാണ്. അടുത്ത സ്ഥലത്ത് റെഡി ആയിക്കൊണ്ടിരിക്കും. മൂക്കിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ കറുകരേ കാർമൂക്കിൽ കൊമ്പനാന പുറത്തേറിയെഴുന്നള്ളും മൂർത്തേ ജിഗി ജിഗി ദക്കം jiggy jiggy duck
രാകുളി നാളാണ്. ഒന്നാം കുന്ന് നടന്നോണ്ട് നടന്നാരോ കുന്നിതിറങ്ങുന്നേ. 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 ആവോ ദാമാരോ നാലാള് കൂടണല്ലോ. ആവോ ദാമാരോ നാളാകെ ചുറ്റണല്ലോ. ആവോ ദാമാരോ നാടകം കൂടിയിട്ട്. ആവോ ദാമാരോ രാക്കുളി കൂടണല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ആവോ ദാമാരോ പിണ്ടിയൊടിച്ചു വന്നേ. ആവോ ദാമാരോ പിണ്ടിയും കുത്തിയല്ലോ. ആവോ ദാമാരോ കൈത്തിരി കത്തുന്നല്ലോ. ആവോ ദാമാരോ ലോകത്തിൻ പൊൻവിളക്കേ. నా కోలి సోడా బాటలే నా బందే పుల్ల రోజులంగా ఒట్టు మరువాగా అడ్డ సరుకు చారి బిత్తు హిన్న సురివాగా రారా రారా కుడి ఎక్క సక్క ఎక్క సక్క ఎక్క సక్క ನಾಳೆ ಬೆಳಗ್ಗೆ ಗಂಟ ನಾನು ನಿನ್ನ ನೆಂಟ ನೀ ಸಿಕ್ಕು ಬಿಟ್ಟು ನನ್ನ ಕೈಗೆ ಸಿಕ್ಕಮ್ಮ ಅತ್ತ ಇತ್ತ ಹೊಂಟ ಈ ಐನಾತಿ ಸೊಂಟ ನೋಡೋ ಮಂದಿಗೆಲ್ಲ 100 ಬಾಟ್ಲಿ ಕಿಕ್ಕಮ್ಮ ಸುಳ್ಳದೆ ಬೇಡ ಸುಕ್ಕ ರಕ್ಕಮ್ಮ ರಾರಾ ರಾರಾ ಕುಣಿ ಎಕ್ಕ ಸಕ್ಕ ಎಕ್ಕ ಸಕ್ಕ ಎಕ್ಕ ಸಕ್ಕ ಹರಾಡಿ ತುರಾಡಿ ತೆಲಾಡಿ ಬರ್ತಾರೆ ಹಿಂದೆ ಹೆಪ್ಪೇಟಿ ಸಾಹೇಬ ನೀ ಬಂದು ನನ್ನ ಕೈಗೆ ಹಿಡ್ಕೊಂಡೆ ಅಯ್ಯೋ ಕಲ್ಲದಕ್ಕೂ ಕಣ್ಣು ಮುಚ್ಚಿ ಹಾಲು ಕುಡಿಬೇಡ ಊರಿಗೆಲ್ಲ ಕಾಣುವಂತೆ ಕೈಯ ಹಿಡಿಬೇಡ ಬಾರೆ ನಾಟಿ ಕೋಳಿ ನಾನು ಗುಮ್ಮೋ ಗೂಳಿ ಬಿಟ್ರೆ ತೋರಿಸ್ತೀನಿ ನಿಂಗೆ 8 ದಿಕ್ಕಮ್ಮ ನಾನು ಹೇಳಿ ಕೇಳಿ ಹುಟ್ಟಿದಾಗಿಂದ ಪೋಲಿ ಹೋದ್ರೆ ಹೊತ್ತಾಗತ್ತೆ ನಾ ವಾಪಸ್ ಬರಕ್ಕಮ್ಮ ಹೊಟ್ಟೋದ್ರೆ ಪಡ್ತೀಯ ದುಃಖ ರಕ್ಕಮ್ಮ ರಾ ರಾ ಕುಣಿ ಎಕ್ಕ ಸಕ್ಕ ಎಕ್ಕ ಸಕ್ಕ ಎಕ್ಕ ಸಕ್ಕ
நின்னா ஹார்ட் பீட்டே ஸ்பீட் ஆகுது நீ தொட்டு எதுவும் சொன்னா என் பிளட் சூடாகுது என் பைக்கில் நீ உட்கார்ந்தா பிரேக்கே வேணாங்குது நீ என்னோட ரைடுக்கு வந்தா ரெட் சிக்னல் கிரீன் ஆகுது come on baby let's go on the bullet on the way la பாடிக்கலாம் duet come on baby let's go on the bullet on the way la பாடிக்கலாம் duet 2020 மேஜா இன் டிராவல் தில்லாக்குது டோர்னமெண்ட் கப்பா பிசு ஜாவுது பசலாரி காடு அது எல்லாம் சம போரு நம்ம பைக்க பாரு அது ரெண்டு வீல் தேரு come on baby let's go on the bullet on the way பாடிக்கலாம் duet come on baby let's go on the bullet on the way பாடிக்கலாம் duet రన్నానంటూనే చిన్నదో చిన్నదో రాములరి గుడికొచ్చే చిన్నదో చిన్నదే